നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ നിന്ന് ജോലിക്കാരി സിന്ധുവിനെ കാണാനില്ലെന്ന് കാണിച്ച് അവളുടെ ബ്രദർ ഒരു പരാതി തന്നിട്ടുണ്ട്. ആരായി അജയ് ഘോഷ്? ഞാനാ സർ. എന്താ വിശേഷിച്ചേ? അല്ല, എന്തായാലും അകത്തിന് സംസാരിക്കാം. വരൂ. നിങ്ങളും വരൂ. വരൂ മേഡം, നമുക്ക് അങ്ങോട്ടിരിക്കാം. നോ താങ്ക്സ്. നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല. നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞ ആ സാഹചര്യം ഒഴിവാക്കല്ലോ എന്ന് വിചാരിച്ച ഇങ്ങോട്ട് വന്നത്. എന്താ സർ പ്രശ്നം? ഇവിടെ ജോലിക്ക് നിന്ന സിന്ധുവിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അല്ല, അത് എസ് എ റസാഖ് സാറ് നേരത്തെ അന്വേഷിച്ചിരുന്നാണല്ലോ. ആ അന്വേഷണം എങ്ങും എത്താത്തതുകൊണ്ടാണല്ലോ ആ പെൺകുട്ടിയുടെ ആങ്ങള എന്നെ വന്ന് കണ്ട് പുതിയ കംപ്ലൈന്റ് തന്നത്. അവൾ എന്നാ ഇവിടുന്ന് പോയത്? കഴിഞ്ഞ 16-ാം തീയതിയാ മാഡം. ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ എന്താ കാരണം? അത് പിന്നെ അന്ന് വിഷുവിന്റെ പിറ്റേ ദിവസമായിരുന്നു. 15 വിഷു. വിഷു നിങ്ങൾ ആഘോഷിച്ചിരുന്നോ? എന്താ മേഡം? ആഘോഷങ്ങളില് അവളുണ്ടായിരുന്നോ? ഇല്ല മാഡം, അന്ന് അവള് പുറത്തേക്ക് കണ്ടതേ ഇല്ല. അതെന്താ? അത് മാഡം, അവള് പ്രഗ്നന്റ് ആയിരുന്നു. അന്ന് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനാ വിശ്രമിച്ചോളം പറഞ്ഞത്. ഓ, ആരാ അവളെ അവസാനമായിട്ട് കണ്ടത്? ഞാനാ. ഞങ്ങളാ മേഡം. അപ്പോ അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചോ മറ്റോ? ഇല്ല മാഡം. നിങ്ങൾ 4 പേരാണോ ഇവിടെ സ്ഥിരതാമസക്കാർ? അല്ല, എന്റെ ഏട്ടനുണ്ട്, ചന്ദ്രദാസ്. പുള്ളി ഒരു ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോയിരിക്കുക. പിന്നെ ഏട്ടന്റെ മകളുണ്ട്. ഞങ്ങളുടെയൊക്കെ മക്കള് കോൺവെന്റിൽ നിന്നാ പഠിക്കുന്നത്. അപ്പോ നിങ്ങളുടെ മൂത്ത ചേട്ടൻ വിശ്വനാഥൻ? ഏട്ടനിപ്പോ കാശിയില. അതും ഒരു ബിസിനസ് ആവശ്യത്തിന് തന്നെ പോയതാ. ഈ സിന്ധുവിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഏട്ടനാണ് സിന്ധുവിനെ അപ്പോയിന്റ് ചെയ്തത്. നിങ്ങളെന്താ മിണ്ടാതെ നിൽക്കുന്നേ? എന്താ പേര്? നന്ദിത. ചന്ദ്രേട്ടന്റെ വൈഫാ. ഇത് വിശ്വേട്ടന്റെ വൈഫ്, ഇത് എന്റെ. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ. സിന്ധുവിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് വിശ്വേട്ടനാണെന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഇവർ രണ്ടുപേരോടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ചെറിയ അകൽച്ചയും ഉണ്ടായിരുന്നു. അതെന്താ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടോ? ഒരു കുടുംബമല്ലേ മാഡം, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് മാണിക്യമംഗലത്ത് വീടാവുമ്പോ. നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും മനപ്പാടമാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. ചുരുക്കത്തിൽ ഇവർക്ക് 2 പേർക്ക് മാത്രമേ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയൂ. അവളുടെ ആങ്ങളയുടെ കംപ്ലൈന്റിലും അത് തന്നെയാ പറയുന്നത്. എനിക്ക് മിസ്റ്റർ അജയ് ഘോഷിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം.
എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം മാഡം. എന്താ മാഡം? അവിടെ തന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് തന്നോട് പോലീസ് ഭാഷ പ്രയോഗിക്കേണ്ടെന്ന് വെച്ചാ മാറ്റി നിർത്തിയത്. നേര് പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി എളുപ്പമാവും. അതല്ല അതും ഇതും പറഞ്ഞ് പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സത്യം ഞങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. നീ വാങ്ങുന്ന തല്ലിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അയ്യോ, ഞാൻ എന്ത് തെറ്റിയിട്ടാ മാഡം എന്നെ തല്ലുന്നത്? ഇവിടെ അങ്ങനൊരു വേലക്കാരി ഉണ്ടായിരുന്നുള്ള സത്യവാ. അവളെ കാണാതായി എന്നതും സത്യവാ. പക്ഷേ അതൊരു ക്രിമിനൽ കുറ്റമാണോ മാഡം? അവളെ കണ്ടെത്തുന്നതോടെ അത് തീരുവല്ലോ. തീരില്ലല്ലോ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ താനാണെന്നും ആ കംപ്ലൈന്റിലുണ്ട്. അയ്യോ, അതിനാര് സമാധാനം പറയും? അങ്ങനെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞാ ഞാൻ അച്ഛനാവോ മാഡം? അതിന് തെളിവുകൾ വേണ്ടേ? തൽക്കാലം അത് ഇല്ലാത്തത് കൊണ്ടാ ഞാൻ തന്നെ ഇങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. പക്ഷെ ആ തെളിവുണ്ടാക്കാൻ എനിക്കൊരൊറ്റ നിമിഷം മതി. നിന്നെ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്താ തെളിവുകൾ താനേ ഉണ്ടാവും. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അജയഘോഷ് പറ, അവക്കെന്താ സംഭവിച്ചേ? പറ അജയഘോഷേ, മനസ്സ് തുറന്ന് പറയ് നീ. എന്താ ഇവിടെ? നമ്മളാരാ? ഞാനിവിടുത്തെ. എന്താ അങ്ങോട്ട് ചെല്ല്. SP മേഡം അകത്തുണ്ട്. എന്താ പ്രശ്നം? അതകത്തെല്ലാം പറയാം. ചന്ദ്രേട്ടാ, എന്താ നന്ദിതേ? അത് നിങ്ങളാരാ? മാഡം, ഇതാ ഞാൻ പറഞ്ഞ ഏട്ടൻ. ഓ, ചന്ദ്രദാസ്. എന്താ ജയ? താൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാനൊരു ബിസിനസിന്റെ ആവശ്യത്തിന്. താൻ എത്രാം തീയതി എവിടുന്ന് പോയത്? അത് 16-ാം തീയതി. അതായത് സിന്ധുവിനെ കാണാതായ അതേ ദിവസം. സിന്ധുവിനെ കാണാതായോ? അതെ. എന്താ, നിങ്ങൾ ഒരുമിച്ചാണോ പോയത്? അയ്യോ, അല്ല മാഡം. ബിസിനസ് ആവശ്യത്തിന് താൻ എവിടെ പോയെന്നാ പറഞ്ഞേ? കോയമ്പത്തൂര്. എങ്ങനെ?